ചിത്രത്തിൻ്റെ തുടക്കത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈനെയാണ് കാണിക്കുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം കൈവരിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. ഒരു രാത്രി വിക്ടർ സർക്കസ് കാണാനായി പോയി. അവിടെ ഒരു സുന്ദരിയായ പെൺകുട്ടി അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്നു. പെർഫോമൻസിനിടെ അവൾ ഒരുപാട് ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണു. അവൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അവിടെ ഈഗോർ എന്നൊരു യുവാവ് കോമാളിയായി ജോലി ചെയ്തിരുന്നു. നടുവിനെ പ്രശ്നമുള്ളതിനാൽ കൂനിപ്പോയ ഈഗോറിനെ നേരെ നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അയാൾക്ക് ആ പെൺകുട്ടിയോട് വലിയ ഇഷ്ടമായിരുന്നു. വീഴ്ച കാരണം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന അവളെ കണ്ടപ്പോൾ ഈഗോറിനെ അവളുടെ പ്രശ്നം മനസ്സിലാക്കാനും പരിഹരിക്കാനും കഴിഞ്ഞു. കാരണം ഈഗോറിനെ മനുഷ്യ ശരീരഘടനയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. കൂനുള്ള ശരീരപ്രകൃതം കാരണം തൻ്റെ കൂൻ മാറ്റാനായി ഈഗോർ ഒരുപാട് പഠനങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹത്തിന് ഡിഗ്രി ഇല്ലായിരുന്നെങ്കിലും ഒരു ഡോക്ടറുടെ എല്ലാ അറിവും അവനുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഈഗോർ ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. അവൾ വീണ്ടും ശ്വാസമെടുക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട വിക്ടർ അത്ഭുതപ്പെട്ടു. വിക്ടർ ഈഗോറിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, "നിങ്ങളിതെല്ലാം എങ്ങനെ ചെയ്തു?" ഈഗോർ താൻ ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് മറുപടി നൽകി. വിക്ടർ ഈഗോറിനോട് പറഞ്ഞു, "നിങ്ങൾ ഈ സർക്കസിൽ സമയം കളയുകയാണ്. എൻ്റെ കൂടെ വരൂ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം നൽകാം." ഈ സംഭാഷണം സർക്കസിൻ്റെ ഉടമ കേൾക്കാനിടയായി. ഈഗോർ പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ ഈഗോറിനെ ഒരു കൂട്ടിലിട്ട് പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി. "ഇവിടെ നിന്ന് പുറത്തു പോകാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. നീ എൻ്റെ അടിമയാണ്. നീ നേടിയെടുത്ത മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവുകളെല്ലാം മോഷ്ടിച്ച പുസ്തകങ്ങളിൽ നിന്നുമാണ്. പോലീസ് നിന്നെ പിടികൂടും." അധികം വൈകാതെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ അവിടെ എത്തി. ഈഗോറിനെ കൂട്ടിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷപ്പെടാനായി ശ്രമിച്ചു. സർക്കസിലെ മറ്റുള്ളവർ ഇത് കാണുകയും അവരെ പിന്തുടരുകയും ചെയ്തു. വളരെ ബുദ്ധിമുട്ടി അവരിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വിക്ടർ ഈഗോറിനെ തൻ്റെ വീട്ടിലേക്ക് സുരക്ഷിതമായി എത്തിച്ചു. വീട്ടിലെത്തിയ ഉടൻ തന്നെ വിക്ടർ ചില കുത്തിവയ്പ്പുകളും മരുന്നുകളും ഉപയോഗിച്ച് ഈഗോറിൻ്റെ നടുവിലെ പഴുപ്പും മാലിന്യങ്ങളും നീക്കം ചെയ്തു. ഇത് ഈഗോറിൻ്റെ ശരീരഘടന നേരെയാക്കാൻ സഹായിച്ചു. ഈഗോർ സുഖം പ്രാപിച്ചു. ആദ്യമായി അയാൾക്ക് നേരെ നിൽക്കാൻ കഴിഞ്ഞു. അതായത് ഈഗോറിന് ഒരു കൂനനല്ല, അയാൾക്ക് നേരെ നടക്കാൻ കഴിയും. അതേസമയം ചില പ്രാദേശിക കൊലപാതകങ്ങളെക്കുറിച്ചും ഈഗോറിൻ്റെ തിരോധാനത്തെക്കുറിച്ചും ഒരു പോലീസ് ഓഫീസർ അന്വേഷണം ആരംഭിച്ചിരുന്നു. വിക്ടർ ഈഗോറിനോട് പറഞ്ഞു, താൻ റിഹേഴ്സൽ ഓഫ് ഡെത്ത് എന്നൊരു പരീക്ഷണത്തിലാണ്. അതായത് മരിച്ച മനുഷ്യരെ അല്ലെങ്കിൽ മൃഗങ്ങളെ വീണ്ടും ജീവനുള്ളതാക്കാൻ തനിക്ക് കഴിയും. പക്ഷേ എനിക്കിതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളെന്നെ സഹായിക്കണം, അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അദ്ദേഹം ഒരു കണ്ടെയ്നറിലെ മനുഷ്യൻ്റെ കണ്ണുകൾ കാണിച്ചു. അതിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ ആ കണ്ണുകൾ ചലിക്കാൻ തുടങ്ങുന്നു. മിടുക്കനായ ഈഗോർ ഇവിടെ വിക്ടറിൻ്റെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു. കണ്ണുകളിലെ ഞരമ്പുകൾ ശരിയായ രീതിയിൽ ഘടിപ്പിച്ചിട്ടില്ലെന്ന് ഈഗോർ അവനോട് പറഞ്ഞു. ഇത് കണ്ട വിക്ടർ തൻ്റെ തെറ്റ് തിരുത്തിയതിൽ സന്തോഷിക്കുകയും ഈഗോറിൻ്റെ ബുദ്ധിയെ അഭിനന്ദിക്കുകയും ചെയ്തു. തുടർന്ന് ഈഗോറിനെ തൻ്റെ അസിസ്റ്റൻ്റായി അവൻ നിയമിച്ചു. ഇരുവരും മരിച്ച മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾക്ക് ജീവൻ നൽകാനായി കൂടുതൽ സമയം ചെലവഴിച്ചു. വിവിധ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ച് ഒരു ഭീമാകാരനായ ചിമ്പാൻസിയെ സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു. അത് ഒരു രാക്ഷസനെ തുല്യമായിരിക്കും. ശാസ്ത്രത്തെ അതിൻ്റെ അടുത്ത തലത്തിലേക്ക് എത്തിക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത്. ജോലികൾക്ക് ശേഷം ഇരുവരും ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനായി പോയി. അവിടെ വെച്ച് ഈഗോർ സർക്കസിൽ കണ്ട അതേ സുന്ദരിയായ പെൺകുട്ടിയെ വീണ്ടും കണ്ടുമുട്ടി. അവൾക്ക് ഈഗോറിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈഗോർ അവളെ ഇപ്പോഴും സ്നേഹിച്ചിരുന്നു. വിക്ടർ ഈഗോറിനോട് ആ പെൺകുട്ടിയിൽ നിന്ന് അകന്നു നിൽക്കാനായി പറഞ്ഞു. അവളൊരു ശ്രദ്ധ മാറ്റുന്ന ഘടകമാണ്. നിങ്ങളുടെ ശ്രദ്ധ അവളിലേക്കായാൽ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. പിന്നീട് ഇരുവരും വീട്ടിൽ തിരിച്ചെത്തി. അവരുടെ പരീക്ഷണത്തിൻ്റെ ഭാഗമായുള്ള ഇലക്ട്രിക്കൽ വയറുകളാൽ ഘടിപ്പിച്ചിരുന്ന ആ ഒരു ചിമ്പാൻസി അവിടെയുണ്ട്. അതിനിപ്പോൾ വൈദ്യുതി നൽകാനുള്ള സമയമായി. മരിച്ച ചിമ്പാൻസിയെ വീണ്ടും ജീവിപ്പിക്കാൻ വൈദ്യുതി കടത്തിവിട്ടു. ഈഗോർ ആശയക്കുഴപ്പത്തിലായിരുന്നു. പക്ഷേ മരിച്ച ചിമ്പാൻസി ചലിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ആശയക്കുഴപ്പം മാറി. അവരുടെ പരീക്ഷണം വിജയകരമായിരുന്നു. അടുത്ത ദിവസം തങ്ങളുടെ കണ്ടുപിടുത്തം വെളിപ്പെടുത്താൻ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ആ ചിമ്പാൻസിയെ തൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുപോയി. ആദ്യമൊക്കെ പരാജയമായിരുന്നെങ്കിലും അല്പസമയത്തെ പരിശ്രമത്തിനു ശേഷം ചിമ്പാൻസിക്ക് ജീവൻ വെച്ചു. പക്ഷേ ചിമ്പാൻസിക്ക് ജീവൻ വെച്ചപ്പോൾ അത് ആക്രമിക്കാൻ തുടങ്ങി. ആളുകൾക്ക് പരിക്കേറ്റു. ഇത് കണ്ട വിക്ടർ താൻ തന്നെ സൃഷ്ടിച്ച ആ ഒരു ജീവിയെ കൊന്നുകളഞ്ഞു. ഇത് ക്രൂരമായ പരീക്ഷണമാണെന്നും പറഞ്ഞുകൊണ്ട് വിക്ടറിനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്താക്കി. അവിടെ വിക്ടറിന് പണക്കാരായ ചില സഹപാഠികളുണ്ടായിരുന്നു. അവർ വിക്ടറിനോട് പറഞ്ഞു, നിങ്ങൾ ഈ പരീക്ഷണങ്ങൾ തുടരുക, ഞങ്ങൾ സാമ്പത്തിക സഹായം നൽകാം. അവർ ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് വേണ്ടി കൃത്രിമ ഹ്യൂമനോയിഡുകളെ സൃഷ്ടിക്കണമെന്നാണ്. അവർക്ക് ആവശ്യമുള്ളതുപോലെ സൃഷ്ടിക്കാനും വിവിധ ആവശ്യങ്ങൾക്ക് തങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ജീവികളെയുമായിരുന്നു അവർക്ക് ആവശ്യം.
അതിനായി അവർ ധാരാളം പണം വാഗ്ദാനം ചെയ്തു. ഈഗോറിന് ഈ ആളുകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ വിക്ടർ ഈഗോറിൻ്റെ അഭിപ്രായത്തെ അവഗണിച്ചുകൊണ്ട് തൻ്റെ പണക്കാരനായ സഹപാഠിയുടെ വാഗ്ദാനം സ്വീകരിച്ചു. വിക്ടർ തനിക്കൊരു പുതിയ ജീവിതം നൽകുകയും നട്ടെല്ല് നേരെയാക്കുകയും തൻ്റെ ജീവിതം രക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് ഈഗോറും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. വിക്ടറിനോട് തൻ്റെ കടപ്പാടുണ്ടായിരുന്നതിനാൽ ഈഗോർ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തയ്യാറായി. അടുത്ത ദിവസം പോലീസ് ഓഫീസറും കൂട്ടരും ഈ കേസ് അന്വേഷിക്കാനായി വിക്ടറിൻ്റെ വീട്ടിലെത്തി. ചിമ്പാൻസിയെ ജീവിപ്പിക്കാൻ യൂണിവേഴ്സിറ്റിയിൽ ശ്രമം നടന്നിരുന്നതായും അവർ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ വീട് പരിശോധിക്കാൻ വാറൻ്റ് ഇല്ലാത്തതിനാൽ വിക്ടർ അവരെ അനുവദിച്ചില്ല. അവർ നിരാശരായി മടങ്ങി. പിന്നീട് ഈഗോർ താൻ സ്നേഹിച്ചിരുന്ന സർക്കസിലെ ആ ഒരു പെൺകുട്ടിയെ കാണുകയാണ്. അവൾ ഈഗോറിനോട് വിക്ടറിനോട് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ചെയ്യരുത് എന്ന് പറയാൻ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അയാൾ വീണ്ടും ഒരു രാക്ഷസനെ സൃഷ്ടിക്കും. അവൾ പറഞ്ഞു. അവർ കുറച്ച് സമയം ചെലവഴിച്ചു. മടക്കയാത്രയിൽ ഈഗോർ കാണുന്നത് അതേ പോലീസുകാരും കൂട്ടരും വിക്ടറിൻ്റെ വീടിൻ്റെ വാതിൽ തകർക്കാൻ ശ്രമിക്കുന്നതാണ്. ഈഗോർ മറ്റൊരു വാതിൽ വഴി അകത്തേക്ക് പോയി വിക്ടറിനോട് രക്ഷപ്പെടാനായി പറഞ്ഞു. നിങ്ങളുടെ നിക്ഷേപകനായ സഹപാഠി നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ഈഗോർ പറഞ്ഞു. എന്നാൽ വിക്ടർ അവിടെ നിന്ന് പോകാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം എല്ലാ യന്ത്ര സാമഗ്രികളും തകർക്കാൻ തുടങ്ങി. ഈ യന്ത്രങ്ങൾ മറ്റാരുടെയും കൈകളിൽ എത്തരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അപ്പോഴേക്കും പോലീസ് ഓഫീസർ അകത്ത് കടന്ന് തോക്കുകാട്ടി അവരെ തടയാൻ ശ്രമിച്ചു. പക്ഷേ അവർ നിന്നില്ല. പോലീസുകാരനും വിക്ടറും തമ്മിൽ പോരാട്ടമായി. ഒരുപാട് പോരാട്ടത്തിന് ശേഷം വിക്ടർ ആ പോലീസുകാരനെ തള്ളിമാറ്റി അയാളുടെ കൈ ഒരു വലിയ ഗിയറിനുള്ളിൽ കുടുങ്ങാനിടയായി. അങ്ങനെ പോലീസുകാരന് ഒരു കൈ നഷ്ടമായി. പിന്നീട് ഇരുവരും ഒരു കുതിരവണ്ടിയിൽ കയറി പദ്ധതിക്ക് ധനസഹായം നൽകിയിരുന്ന കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ച് കൂട്ടുകാരൻ കൂടുതൽ പണം നൽകി. നിങ്ങൾ എൻ്റെ ഈ പ്രോജക്റ്റിൽ പ്രവർത്തിക്കൂ, ഒരു കൃത്രിമ മനുഷ്യനെ ഉണ്ടാക്കൂ എന്ന് അയാൾ അവരോട് പറഞ്ഞു. ഈ ജോലി ചെയ്യുന്നത് സുരക്ഷിതമല്ലാത്തതിനാൽ കൂട്ടുകാരൻ അവരോട് സ്കോട്ട്ലാൻഡിലേക്ക് പോകാനായി ആവശ്യപ്പെട്ടു. എൻ്റെ ഒരു ഫാമിലി ബംഗ്ലാവ് അവിടെയുണ്ട്, നിങ്ങൾക്കവിടെ സ്വതന്ത്രമായി ജോലി ചെയ്യാം, അദ്ദേഹം പറഞ്ഞു. ഈഗോർ ഒരിക്കൽ കൂടി വിക്ടറിനോട് ഈ കാര്യങ്ങളിൽ നിന്ന് പിന്മാറാനായി ആവശ്യപ്പെട്ടു. എന്നാൽ വിക്ടർ അത് കേൾക്കുന്നില്ല. തൻ്റെ പരീക്ഷണങ്ങൾക്കായി അദ്ദേഹം സ്കോട്ട്ലാൻഡിലേക്ക് പോയി. വിക്ടർ പോയുടൻ നിക്ഷേപകനായ കൂട്ടുകാരൻ ഈഗോറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ പരീക്ഷണം പൂർത്തിയാകുമ്പോൾ ഞാൻ വിക്ടറിനെ കൊല്ലും. വിക്ടർ സൃഷ്ടിച്ച കൃത്രിമ മനുഷ്യനെ ഞാൻ ആയുധമാക്കി ഉപയോഗിക്കും. കാരണം അത് കൃത്രിമമാണല്ലോ. അതിൽ വെടിയുണ്ടകൾ ഏൽക്കുകയോ ആർക്കും അതിനെ കൊല്ലാൻ കഴിയുകയോ ഇല്ല. അത് എൻ്റെ ആജ്ഞകൾ അനുസരിക്കും. ഇതെല്ലാം പറഞ്ഞ ശേഷം അവർ ഈഗോറിൻ്റെ കൈകളും കാലുകളും കെട്ടി വെള്ളത്തിലെറിഞ്ഞു. എന്നാൽ വളരെ കഷ്ടപ്പെട്ട് ഈഗോർ കെട്ടുകൾ അഴിക്കുകയും സ്വന്തം ജീവൻ രക്ഷിക്കുകയും ചെയ്തു. രക്ഷപ്പെട്ട ശേഷം ഈഗോർ സർക്കസിലെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു, വിക്ടറിൻ്റെ ജീവൻ അപകടത്തിലാണ്, നമ്മൾ അദ്ദേഹത്തെ രക്ഷിക്കണം. അവർ രണ്ടുപേരും ചേർന്ന് വിക്ടറിൻ്റെ ജീവൻ രക്ഷിക്കാനായി സ്കോട്ട്ലാൻഡിലേക്ക് പോയി. അവിടെ എത്തിയ ഉടൻ ഈഗോർ എല്ലാം വിക്ടറിനോട് പറഞ്ഞു. നിങ്ങളെ ചതിക്കുകയാണ്, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും വിക്ടർ പരീക്ഷണം തുടരാൻ ആഗ്രഹിച്ചിരുന്നു. ഈ ഒരു സമയത്ത് വിക്ടർ ഒരു രഹസ്യം പങ്കുവയ്ക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊടുങ്കാറ്റിൽ എൻ്റെ മൂത്ത സഹോദരൻ മരിച്ചുപോയിരുന്നു. ഈ സമയത്ത് വിക്ടർ തൻ്റെ സഹോദരൻ്റെ മരണത്തിൽ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഈ പരീക്ഷണങ്ങളിലൂടെ തൻ്റെ സഹോദരനെ ജീവിപ്പിക്കാനാണ് വിക്ടർ ശ്രമിക്കുന്നത്. അധികം വൈകാതെ ആ ഒരു പോലീസുകാരനും നിക്ഷേപകനും അവിടേക്കെത്തി. അപ്പോൾ വിക്ടർ തൻ്റെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പരീക്ഷണങ്ങൾക്കിടയിൽ ഇടിമിന്നലിൽ നിന്നും വലിയൊരു ഓവർലോഡിംഗ് സംഭവിക്കുകയും ഒരുപാട് വൈദ്യുതി ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഫലമായി എല്ലായിടത്തും നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അവരുടെ യന്ത്രങ്ങൾ പൊട്ടിത്തെറിച്ചു. ആ നിക്ഷേപകൻ മരിച്ചു. പോലീസ് ഓഫീസർ വിക്ടറിനോട് ഈ നാശനഷ്ടങ്ങൾക്കെല്ലാം പിന്നിൽ നിങ്ങളാണ്, ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങൾ കാരണമാണ് എന്ന് പറഞ്ഞു. ഈ സംസാരത്തിനിടയിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്ന ആ രാക്ഷസൻ എഴുന്നേൽക്കുകയും ചലിക്കാൻ തുടങ്ങുകയും ചെയ്തു. തൻ്റെ പരീക്ഷണങ്ങൾ വിജയിച്ചെന്നും കരുതി വിക്ടർ സന്തോഷിച്ചു. വിക്ടർ ആ രാക്ഷസനോട് സംസാരിക്കാൻ ശ്രമിച്ചു. നീ എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. പക്ഷേ അത് ഒന്നും മിണ്ടുന്നില്ല. ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. പോലീസ് ഓഫീസർക്ക് പേടിയായി. ഈ രാക്ഷസൻ അപകടകാരിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അയാൾ തൻ്റെ തോക്കെടുത്ത് രാക്ഷസനെ വെടിവെക്കാൻ ആരംഭിച്ചു. ഇത് രാക്ഷസനെ വേദനയുണ്ടാക്കുകയും അത് പോലീസുകാരനെ ആക്രമിക്കുകയും അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം രാക്ഷസൻ വിക്ടറുമായി ഈഗോറുമായും പോരാടാൻ ആരംഭിച്ചു. അത് ഇരുവരെയും പരിക്കേൽപ്പിച്ചു. എന്നാൽ അവസാനം ഒരുപാട് പോരാട്ടങ്ങൾക്ക് ശേഷം ഇരുവരും ചേർന്ന് ആ ഒരു രാക്ഷസനെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തി. ശേഷം കാണിക്കുന്നത് കടൽക്കരയിലിരിക്കുന്ന വിക്ടറിനെയാണ്. അവൻ ഈഗോറിനെ ഒരു കത്തെഴുതുകയായിരുന്നു. അതിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ കാണാം, കാരണം അവൻ അവളെ കാണുന്നതിൽ നിന്ന് ഈഗോറിനെ വിലക്കിയിരുന്നു. കൂടാതെ കത്തിൽ വിക്ടർ ഈഗോറിനോട് ക്ഷമ ചോദിക്കുന്നുമുണ്ട്. ഈഗോർ പലതവണ വിക്ടറിനെ വിലക്കിയിട്ടും വിക്ടർ അത് മുഖവിലക്കെടുത്തിരുന്നില്ല. ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.